मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എന്തിനായിരിക്കും രാജാവ് പെട്ടെന്ന് വന്ന മുഖം കാണിക്കാൻ പറഞ്ഞത്? എന്താണെന്ന് പോയി നോക്കാം മാഡം. ആരെയും വിടില്ല, ഞാൻ ആരെയും വിടില്ല, ആരെയും ഞാൻ വിടുകയില്ല. പക്ഷേ ഇത് അങ്ങയുടെ ദർബാറാണല്ലോ, പിന്നെ എന്തുകൊണ്ടാ ഇയാളെ വിടാത്തത്? ഞാൻ ഇദ്ദേഹത്തിന്റെ അല്ല, ശത്രുവിന്റെ കാര്യമാണ് പറഞ്ഞത്. അയൽ രാജ്യത്തെ രാജാവ് ഞങ്ങളുടെ രാജ്യ അതിർത്തിയിൽ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയാണ്. അതിർത്തിയുമായിട്ടല്ലേ ആക്രമിക്കുന്നത്? അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? എടാ മരമണ്ടനായ മഞ്ഞപ്പൂച്ചേ, ആക്രമിക്കാൻ പോകുന്നത് ഞങ്ങളെയാണ്. യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ്. മഹാരാജാവേ, മഹാരാജാവേ, കൊണ്ടുപോയി. അയൽ രാജ്യത്തെ രാജാവ് നമ്മുടെ രാജകുമാരി തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. സേനയെ തയ്യാറാക്കൂ, നമുക്ക് ഉടനെ ആക്രമിക്കാം. വേണ്ട മഹാരാജാവേ, അങ്ങ് ആക്രമണം തുടങ്ങിയ രാജകുമാരിയുടെ ജീവൻ തന്നെ ആപത്തിലാകും. ശത്രുവിനെ കണ്ട് പേടിക്കണോ? എന്റെ രക്തം തിളയ്ക്കുകയാണ്. ഒരുപാട് തിളയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് അങ്ങ് ഒഴിച്ചാൽ മതി, അങ്ങ് തണുത്തോളും. സംശയമുണ്ടോ? എന്റെ മകളിപ്പോൾ അവരുടെ കൈകളിലാണ്. ഞങ്ങൾ പോയി രക്ഷിക്കാം. നമ്മൾ രക്ഷിക്കുമെന്നോ? അതെ, നമ്മൾ ശത്രുപാളയത്തിലേക്ക് പോയി രാജകുമാരിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരണം. നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കുമോ? സംശയമുണ്ടോ? ഞങ്ങൾ കടലിനകത്ത് മുങ്ങി മുത്തെടുക്കുന്നവരാണ്. മുത്തപ്പഴ കടലിനകത്ത് വീണത്? ഇനി ഏതെങ്കിലും സ്രാവ് വന്നാ മുത്ത് വിഴുങ്ങോ? എടാ, നിന്റെ തലയ്ക്കകത്ത് എന്താടാ ഉള്ളത്? കടലിനടിയിലാടാ മുത്തെന്നുള്ള സാധനമുള്ളത്. അതെടുക്കണമെങ്കിൽ നമ്മൾ കടലിനടി പോകണം. അപ്പൊ മുത്തിനകത്താണോ രാജകുമാരി ഉള്ളത്? ഞാനും ഇവരോടൊപ്പം പോകാം. എന്റെ രക്തം തിളയ്ക്കുകയാണ്. എന്റെ കണ്ണും പടപടാന്ന് അടിക്കുകയാണ്. ഇവനൊരു 8ന്റെ പണി കൊടുക്കണം. ഇവൻ വളരെ ശക്തനാണ്, ഇവനെ കൂടെ കൂട്ടിക്കൊള്ളൂ. നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം, കേട്ടല്ലോ? ഇനി എന്റെ കൂടെ ഗുസ്തി കൂടാനായിട്ട് ഏതെങ്കിലും മൈക്കിൾ ലാൽമാരുണ്ടോ? എന്റെ രക്തം തിളയ്ക്കുകയാണ്. നീ ഒന്ന് അടങ്ങിയിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ആവശ്യമില്ലാതെ മണ്ടത്തരം കാണിച്ച അവസാനം നമ്മൾ എല്ലാവരും അവന്റെ കയ്യിൽ കുടുങ്ങും. സംശയമുണ്ടോ? മത്സരിക്കാൻ ഏതെങ്കിലും മൈക്കിൾ ലാൽ ഉണ്ടോന്ന് അങ്ങേര് ചോദിച്ചത്. നിങ്ങളുടെ പേര് മൈക്കിൾ അല്ലല്ലോ, പിന്നെന്താ അവിടെ നിൽക്കുന്നത്? വരും. ഹണി, ഓടിക്കോ. അവന്മാരെ പിടിക്കാ. നീ അതിലേ പോ, നീ ഇതിലേ പോ. ബാക്കിയുള്ളവർ എന്റെ കൂടെ വാ. എന്റെ അമ്മച്ചി, എന്നെ ആര് രക്ഷിക്കും? പണ്ണിയെ പിടിക്കുന്നത് ഡിഫിക്കൽട്ട് അല്ല, ഇമ്പോസിബിൾ ആണ്. രാജകുമാരി ഇവിടെയുണ്ട്. എന്നെ നിങ്ങളെ കൊണ്ട് പിടിക്കാൻ കഴിയില്ല. പൊള്ളി, അടിയിൽ പൊള്ളി, കരിഞ്ഞു.
ജീവനെ രക്ഷിക്കണമെങ്കിൽ ആകാശത്തൂടെ പറക്കാൻ പഠിക്കണം. ഉടനെ തന്നെ അമ്പെയ്യോ, ആക്രമിക്കൂ. ഓ എടേ, എന്താണ് കാണിക്കുന്നത്? അവൻ രക്ഷപ്പെട്ടു ഓടിയില്ലേ? കയ്യിൽ കിട്ടിയെങ്കിൽ വറുത്തെടുത്തേനെ. വേഗം വാ, ആ വഴിയെ പോകാം. ഇത് വല്ലാത്ത അപകടം പിടിച്ച വഴിയാണ്, സംശയമുണ്ടോ? വേഗം വാ, രാജകുമാരി ഉടൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തണം. ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. രാജകുമാരി ശത്രു രാജാവിന്റെ അടുത്ത ടെന്റിലാണുള്ളത്. എങ്കി വാ, എന്റെ രക്തം തിളയ്ക്കുകയാണ്. രാജകുമാരിയെ രക്ഷിക്കണം. കണ്ടല്ലോ എത്ര പേരാ അവിടെ ഉള്ളതെന്ന്. രാജകുമാരിയുടെ അടുത്തെങ്ങാനും നമ്മളെ കണ്ടാൽ ഇവരുടെ രക്തവും വല്ലാതെ അങ്ങ് തിളയ്ക്കും. പിന്നെ നമ്മുടെ കാര്യം എന്താവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. പോപ്പട്ട് പറഞ്ഞതാണ് ശരി. ഈ കാര്യം നമ്മൾ രാത്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെ. ആ, നിൽക്ക്, ഇവിടെ 4 പേരുണ്ട്. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങള് അകത്തേക്ക് പോയിക്കോളൂ. ഉം. രാജകുമാരി ഈ കൂടാരത്തിൽ ഉണ്ടെന്നാ തോന്നുന്നത്. മുകളിൽ പോയി നോക്ക്. ഇത് കഴിക്കൂ രാജകുമാരി. എനിക്ക് ആഹാരൊന്നും വേണ്ട. അതെനിക്ക് തന്നോളൂ, വല്ലാതെ വിശക്കുന്നു. ഹണി ബന്നി സോർദാർ പോപ്പട്ട്, നിങ്ങൾ എങ്ങനെ ഇവിടെ? ശത്രുക്കൾ. രാജകുമാരിയുടെ കെട്ടുകൾ അഴിക്കാൻ. എന്തായി കാണിക്കുന്നേ? ഇവള് എന്നെ കടിച്ചു. രാജകുമാരിയുടെ കൂടാരത്തിനകത്ത് ശത്രുക്കൾ നുഴഞ്ഞു, പിടിക്കൂ. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. നിങ്ങൾ വേഗം രാജകുമാരിയെ കൊണ്ട് ഇവിടുന്ന് പോയിക്കോളൂ. ആ കുതിരവണ്ടിയിൽ കയറി രക്ഷപ്പെടാൻ നോക്ക്. വേഗം വരൂ, നമുക്ക് ഇവിടുന്ന് പോകാം. ഏയ്, ആ, 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 ആ. നിന്റെയൊക്കെ കളി ഒരിക്കലും എന്റെ അടുത്ത് നടക്കില്ല. അവനെ വിടരുത്. വേഗം വരൂ. രാജകുമാരി രക്ഷപ്പെട്ട കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വേഗം ഇവിടുന്ന് പോകാം. വന്നേക്കൂ. ഐഡിയ. ഈ പടക്കം വെച്ചുകൊണ്ട് ഇവർക്കിട്ട് നല്ലൊരു പണി കൊടുക്കാം. നമ്മുടെ രാജകുമാരി തിരിച്ചെത്തിയിരിക്കുകയാണ്. എല്ലാരും രാജകുമാരിക്ക് സ്വാഗതം ചെയ്യാം. എന്റെ മകൾ. മഹാരാജൻ, ഇപ്പോൾ രാജകുമാരി സുരക്ഷിതയാണ്. അങ്ങേക്കറിയുവോ, ഈ കുട്ടികളാണ് ശത്രുക്കളെ മുഴുവൻ തുരത്തിയത്. അവർ അതിർത്തി വിട്ടോടി. കുട്ടികളെ,
ഇത് വളരെ നല്ല ന്യൂസ് തന്നെയാണ്. നിങ്ങൾ വളരെ ധീരന്മാരാണ്. രാജകുമാരിയെ സുരക്ഷിതമായി കൊണ്ടുവന്നല്ലോ. ഇതിൽ സേനാധിപതിയുടെയും പങ്കുണ്ട്. ഞങ്ങൾ വകവരുത്തിയത് സൈനികരെ മാത്രമാണ്. എന്നാൽ ശരിയായ നേരത്തെ ശരിയായ തീരുമാനം എടുത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു വരാൻ കഴിഞ്ഞത്. സംശയമുണ്ടോ? ഒരു സംശയമില്ല.